ലാൽ സലാം. ഓരോ മലയാളിയും കാത്തിരുന്നത് മോഹൻലാലിൽ നിന്ന് മികച്ച ഒരു സിനിമ വരാൻ വേണ്ടി. കഴിഞ്ഞ വർഷങ്ങൾ ഇത്രയും കാത്തിരുന്നത് ആ ഒരു വിശ്വാസത്തോടു കൂടിയാണ്. അതുതന്നെയാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. തുടരും എന്ന ചിത്രം. സിനിമ എങ്ങനെയുണ്ട്? ഇന്നത്തെ കളക്ഷൻ കാട്ടുതീയായിട്ട് തന്നെയാണ് കളക്ഷൻ പോകുന്നത്. സിനിമ അഭിപ്രായത്തിലും മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നു. വേറെ ഒന്നുമല്ല, ആദ്യ ദിനം സിനിമ ഇറങ്ങുമ്പോൾ യാതൊരു ഹൈപ്പും ഇല്ലാതെ വന്നെങ്കിൽ ആദ്യ ഷോകൾ കഴിഞ്ഞപ്പോൾ ജനങ്ങളെ ഇഷ്ടപ്പെടുത്തുന്ന സിനിമ എന്നുള്ള പേരിലേക്ക് വരികയും പിന്നീട് മണിക്കൂറിൽ 25,000 അല്ലെങ്കിൽ 23,000 ടിക്കറ്റുകളൊക്കെ വിറ്റുപോകുന്ന കാര്യവും നമുക്ക് കാണാൻ കഴിയും. ഇത് 100 കോടി മുടക്കി വന്ന സിനിമയോ അല്ലെങ്കിൽ അന്യായ റേഞ്ചിൽ പബ്ലിസിറ്റിയോട് കൂടി വന്ന സിനിമയോ ഒന്നുമല്ല. വെറും 222ഓളം സിനിമാ തിയേറ്ററുകളിൽ 400-നടുത്തുള്ള സ്ക്രീനുകളിൽ വന്ന മലയാളത്തിലെ ചെറിയൊരു ചിത്രം. പക്ഷേ ഇവിടെ സാധാരണക്കാരനായി മോഹൻലാൽ വരുമ്പോൾ ജനങ്ങൾ നെഞ്ചോട് ചേർക്കുമെന്നുള്ളതിൻ്റെ ഉറപ്പും അതിനകത്തിലുണ്ടായിരുന്നു. ആദ്യ ദിനം സിനിമയുടെ കളക്ഷൻ അതിഗംഭീരമായി മുന്നോട്ട് പോയിരുന്നു. പ്രതീക്ഷയ്ക്ക് മുകളിലേക്കായിരുന്നു അതിൻ്റെ ഒരു കളക്ഷൻ പോയിരുന്നത്. 1434 ഷോകളിൽ നിന്ന് 3 ലക്ഷത്തോളം പേര് ആദ്യ ദിനത്തിൽ തന്നെ ടിക്കറ്റ് എടുത്തു. അതായത് പ്രീസെയിലൂടെ വെറും 1,10,000 പേർ മാത്രം ടിക്കറ്റ് എടുത്ത ചിത്രം ആദ്യ പ്രദർശനം കഴിഞ്ഞപ്പോൾ പിന്നീട് കാണാൻ കഴിഞ്ഞത് ഏകദേശം അതിന് മുകളിലുള്ള ആളുകൾ ടിക്കറ്റ് എടുക്കുന്നതാണ്. സിനിമയുടെ ആദ്യ ദിനത്തെ കളക്ഷനായി വന്നിരിക്കുന്നത് 4,80,00,000 രൂപയോളമാണ് കേരള ബോക്സ് ഓഫീസിൽ. ഒരുപക്ഷെ 5 കോടി എന്നുള്ളതായിരിക്കാം നമുക്ക് ഓഫീഷ്യലായിട്ട് കിട്ടാൻ പോകുന്നത്. ഏറെക്കുറെ ട്രാക്കേഴ്സിൽ നിന്ന് ലഭ്യമായിരിക്കുന്ന കണക്ക് അതുതന്നെയാണ്. 225ഓളം ഹൗസ്ഫുൾ ഷോകളും 267ഓളം ഓൾമോസ്റ്റ് ഫുൾ ഷോകളും 737ഓളം ഫാസ്റ്റ് ഫില്ലിംഗ് ഷോസുമാണ് സിനിമയ്ക്ക് വന്നിരുന്നത്. ട്രാക്കേഴ്സ് പറയുന്ന കണക്കുകൾ 4,08,00,000 രൂപയാണ്. അതുകൊണ്ട് തന്നെയാണ് 4,60,00,000 രൂപയ്ക്ക് അല്ലെങ്കിൽ 80,00,000 രൂപയ്ക്ക് മുകളിലേക്ക് കളക്ഷൻ വരുമെന്നുള്ളത് ഉറപ്പിച്ചതും. ഇനി കേരളത്തിൽ മാത്രമല്ല കാര്യങ്ങൾ പോകുന്നത്. കേരളത്തിൽ ആദ്യ ദിനം 3 കോടിയൊക്കെ നേടുമായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിൽ അത് ഏകദേശം 5 കോടിക്ക് അടുത്തേക്ക് പോയിരിക്കുന്നു. ഗൾഫ് മേഖലയിലും ഇന്നലെ ലഭ്യമായ കണക്കുകൾ അനുസരിച്ച് 2 കോടിക്ക് മുകളിലേക്ക് പോയിരുന്നു. ഒരുപക്ഷെ ഫൈനൽ കളക്ഷൻ 3.5-4 കോടിയിലേക്ക് എത്തിയിട്ടുണ്ടാകാമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. എല്ലാ സ്ഥലങ്ങളിലും മികച്ച പ്രതികരണവുമായി സിനിമ പോകുമ്പോൾ ഇന്നലെ പറഞ്ഞ പോലെ 11 കോടിയല്ല 13 കോടിക്ക് മുകളിലായിരിക്കും സിനിമയുടെ കളക്ഷൻ. ഒരുപക്ഷെ 15 കോടി എത്തിയിട്ടുണ്ടാകാം എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. വിദേശ രാജ്യങ്ങളിലെല്ലാം തന്നെ സിനിമയ്ക്ക് മികച്ച ബുക്കിംഗ് ആണ് ലഭിക്കുന്നത്. മികച്ച രീതിയിൽ തന്നെയാണ് സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് എങ്ങനെ ടിക്കറ്റ് കിട്ടാനില്ലാത്ത ഒരവസ്ഥ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എല്ലാ സ്ഥലങ്ങളിലും റെഡ് അലേർട്ട് അല്ലെങ്കിൽ ഓറഞ്ച് അലേർട്ട് എന്ന് തന്നെ പറയാം. രാവിലെ 9 മണിക്ക് തൊട്ട് ഷോ തുടങ്ങുന്നു. ഒട്ടുമിക്ക ഷോകളും അല്ലെങ്കിൽ 90% ഷോകളും ഫുള്ളായി കഴിഞ്ഞു. ഇനി എക്സ്ട്രാ ഷോസും അഡീഷണൽ ഷോസുമൊക്കെയാണ് നമുക്ക് ഇനിയും കിട്ടാനുള്ളത്. മിക്ക തിയേറ്ററുകളിലും ഇന്നലെ എക്സ്ട്രാ ഷോസ് കളിച്ചിരുന്നു എന്നുള്ളതാണ്. എന്തായാലും രാത്രി 12 മണിയുടെ ഷോ 11:59 ഷോ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് ഏറെക്കാലത്തിന് ശേഷം ഒരു സന്തോഷകരമായ ഒരു മോഹൻലാൽ സിനിമ എന്നുള്ള ഫീലിംഗ് കിട്ടിയിരിക്കുന്നു. എന്തായാലും മികച്ച രീതിയിൽ തന്നെ സിനിമ കുതിക്കുകയാണ്. 2ാം ദിവസമായ ഈ ഒരു ശനിയാഴ്ച സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 6 കോടിക്ക് മുകളിൽ നേടുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതായത് 2 ദിവസം കൊണ്ട് സിനിമ ഒരുപക്ഷെ 30 കോടിക്ക് മുകളിലേക്കുള്ള കളക്ഷനിലേക്ക് എത്തുമെന്നുള്ളതാണ്. മികച്ച ഒരു സിനിമ എന്ന് തന്നെ പറയാം. 75% ഒക്യുപ്പൻസിയിൽ ഇന്നലെ തുടങ്ങിയപ്പോൾ 50-60% പിന്നീട് കുതിക്കുന്ന കാര്യങ്ങളാണ്. ശനി ഞായർ ഇനി നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ആദ്യ 3 ദിവസം കൊണ്ട് തന്നെ വേൾഡ് വൈഡ് ആയിട്ട് സിനിമ 50 കോടി ഏറെക്കുറെ തൂക്കും എന്നുള്ളത് ഉറപ്പിച്ചിരിക്കുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്ത് തരണം. ലാൽ സലാം.